ശബരിമല അയ്യപ്പ ഭക്തർക്ക് ഇത്തവണയും അന്നദാനമൊരുക്കി SNDP യോഗം തിരൂർ യൂണിയനും KR ഗ്രൂപ്പും. 19ാമത് അന്നദാനമാണ് വളാഞ്ചേരി വട്ടപ്പാറയിലെ നാരായണഗിരിയിൽ ആരംഭിച്ചത്. വൃശ്ചികം 1 മുതലുള്ള മണ്ഡലകാലത്ത് SNDP യോഗം തിരൂർ യൂണിയനും KR ഗ്രൂപ്പും അയ്യപ്പ ഭക്തർക്കായി നൽകി വരാറുള്ള അന്നദാനത്തിന് തുടക്കമായി. നമ്മളെ ഈ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കാസർഗോഡ്, കണ്ണൂർ 4 ജില്ലയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇതൊരു എന്താ പറയുക, ഞങ്ങൾക്ക് ശബരിമല പോകുന്ന കാലത്ത് പോകുന്നതന്നെ ഇന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷ അന്നുണ്ടായിരുന്നു. ഇവിടെ ഇന്നലെ വന്നപ്പോൾ ആ സ്വാമിമാർ പറഞ്ഞു, ഞാൻ ഈ സമയം നോക്കിയാണ് കെട്ട് നിറച്ച് വരുന്നത്. അതിൽ ഓരോ പാർട്ടികളെ ടെമ്പോ ട്രാവലിൽ, ബസ്സിൽ, കാറിൽ വരുന്നവരൊക്കെ നേരത്തെ തന്നെ ഒരു താവളമായി, നേരത്തെ മിനി പമ്പട്ടായിരുന്നു. ആ മിനി പമ്പ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഭക്ഷണം എന്ന് പറയുന്നത് 100% അർഹതപ്പെട്ടവരാണ്. ആ 40 ദിവസം, 1.5 മാസം, 2 മാസം വ്രതമെടുത്ത് ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ അവർ കിട്ടുന്ന ഒരു വലിയൊരു അനുഭൂതിയാണ്. അതിൻ്റെ ആ തുടക്കം മുതൽ ഞാൻ ഈ പ്രസ്ഥാനം വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ മൊത്തത്തിൽ തന്നെയുള്ള വളർച്ചയ്ക്ക് വലിയൊരു ഉയർച്ചയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ കാണുന്ന പയ്യവർക്കെല്ലാം അറിയാം, നമ്മൾ പറയുന്ന ഈ കോളേജ് അടക്കം ഈ പ്രസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരു എന്ന മഹാസമ്മത്തിൽ ഞാൻ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ വിചാരിക്കുന്ന കുറേ സ്വത്തുണ്ടായി മാത്രം വരാം. ഒരു ആനന്ദമായി ജീവിക്കണമെങ്കിൽ അതിലുള്ള സഹോദരന്മാരും സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ വേണം. അപ്പോൾ അവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന തിരൂരിലെ ഏറ്റവും നമ്മുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു കുടുംബമായിരുന്ന ഇന്നും ഒരു തറവാടാണ് തുളുത്തി തറവാട് എന്ന് പറയുന്നത്. അതിൽ മനോജായിട്ടിരിക്കുന്നുണ്ട്. 4ാമത്തെ 3ാമത്തെ ജനറേഷൻ അല്ലേ. അപ്പോൾ ഈ കാലഘട്ടങ്ങൾക്ക് മുന്നേ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ തൃശ്ശൂർ മുതൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഇങ്ങനൊരു പ്രസ്ഥാനമില്ലാത്തതുകൊണ്ട് ഒരു സമുദായത്തിലെ അല്ലെങ്കിൽ വളർച്ചയുടെ മനുഷ്യരുടെ വളർച്ചയ്ക്കുണ്ടായ തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ ഇരിക്കുന്ന സുഹൃത്തുക്കളടക്കം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കോളേജുകളും അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്ന് നടത്തിയ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഒരു കുട്ടിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ എങ്ങനെ കുട്ടി വളർത്തി വലുതാക്കി എടുക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളർത്തണമെങ്കിൽ അതിനൊരു ചിട്ട വേണം. 19ാം വർഷമാണ് ഭക്തർക്കായി ഭക്ഷണം ഒരുക്കുന്നത്. വട്ടപ്പാറ SNDP ഓഫീസിൽ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അന്നദാനം ഉദ്ഘാടനം ചെയ്തു. 19 വർഷമായിട്ട് നടത്തുന്ന ഒരു പുണ്യ പ്രവർത്തനമാണ് ഇന്ന് മുതൽ ഈ വർഷം സ്വാമിമാര് വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനത്തിൽ നിന്നും വരുന്ന സ്വാമിമാര് ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ അവര് കുറച്ചു നേരം വിശ്രമിക്കാൻ, അതോടൊപ്പം തന്നെ അവർക്ക് വിശ്വാസയോഗ്യമായ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സാഹചര്യം പ്രിയപ്പെട്ട ബാലേട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനം. ബാലേട്ടൻ സ്വന്തമായിട്ട് ആദ്യം തുടങ്ങിയതാണെങ്കിൽ പോലും ഇന്ന് അതിലേക്ക് ഒരുപാട് ആളുകളുടെ സഹകരണവും സഹായവും പിന്തുണയും ഉണ്ടായി എന്നുള്ളത് ഈ പ്രവർത്തനത്തിന്റെ എത്രത്തോളം അത് പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ്. വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ തങ്ങൾ, KVVS വളാഞ്ചേരി യൂണിറ്റ് ഭാരവാഹികളായ മുഹമ്മദ് അലി, വേണുഗോപാൽ, പ്രേമാനന്ദൻ, വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ സദാനന്ദൻ, ഹസൻ പാറക്കൽ ഗ്രൂപ്പ്, മുഹമ്മദ് കുട്ടി, മൊബൈൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വീരാൻകുട്ടി, വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ ഷംസു പാറക്കൽ, KV രാജൻ, കുറ്റിപ്പുറം യൂണിറ്റ് കൗൺസിലർ എന്നിവർ ആശംസകൾ നേർന്നു. തിരൂർ യൂണിയൻ യോഗം ഡയറക്ടർ ഷിജു വൈക്കത്തൂർ സ്വാഗതവും തിരൂർ യൂണിയൻ കൺവീനർ സുരേഷ് പൈങ്കണ്ണൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.